ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി സ്റ്റോറി ആട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അലീന ടെറസിൽ നിന്ന് തുണിയൊക്കെ എടുത്തിട്ട് അലക്കിയിട്ട തുണിയൊക്കെ എടുത്തിട്ട് താഴേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രോഹിത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് കേട്ടോ. അലീന അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടപ്പോഴേ രോഹിത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഭയങ്കര ടെൻഷനാണ്, പേടിയാണ് രോഹിത്തിന് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഹരിയുടെ മാതിരിയുള്ള ആ ഒരു ദുഷ്ടത്തരൊന്നും വല്ലാണ്ടില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക പിരികേറ്റുക എന്നൊക്കെ പറയില്ല. അപ്പോൾ അവനത് എന്നാൽ ചെയ്താലോ, അങ്ങനെയാണോ അന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ, ഹരി പറഞ്ഞതല്ലേ എന്നുള്ള ഹരിയുടെ ഒരു മോട്ടിവേഷൻ, ഒരു ബാഡ് മോട്ടിവേഷനാട്ടോ രോഹിത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ആൺപിള്ളേരായതുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കുശുമ്പ് കുസൃതികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഹരി ഒന്നും കൂടെ പുറത്തോട്ട് എടുപ്പിക്കുക കേട്ടോ രോഹിത്തിനെ കൊണ്ട്. അങ്ങനെ രോഹിത്ത് അലീന പോകുന്നത് കാണുമ്പോഴേ ഇങ്ങനെ പേടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അലീന ഡ്രസ്സൊക്കെ എടുത്തിട്ട് താഴേക്ക് പോകാൻ നേരത്താണ് ഹലോ എന്നുള്ള രീതിയിൽ വിളിക്കാനായിട്ട് ഇങ്ങനെ കൈയൊക്കെ പൊക്കിങ്ങാണ്ട്, പക്ഷെ വിളിക്കാൻ ഒന്നും തോന്നുന്നുമില്ല, കൈ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അത് അലീന കാണുക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ആകെ സംശയിച്ച് ഇങ്ങനെ നോക്കി തിരിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കണ്ടത്. അപ്പോൾ അങ്ങനെ അലീന തിരിഞ്ഞതിന് ശേഷം രോഹിത്തിൻ്റെ ഈ ഒരു വെപ്രാളവും ഭയവും ഇങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടപ്പം അലീന ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുക കേട്ടോ. ഒന്നുമില്ല, ഞാനത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് വീണ്ടും അലീന. അത് പിന്നെ എന്താണ് അമ്മ ഇന്നലെ വഴക്ക് പറഞ്ഞല്ലേ, കാശൊക്കെ എടുത്തു എന്നും പറഞ്ഞിട്ട്. സാരമില്ല കേട്ടോ അമ്മ അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ അതായത് അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക കേട്ടോ. അലീനയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അമ്മ വഴക്ക് പറഞ്ഞതിനൊക്കെ സാരമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അതായത് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ. നമ്മുടെ ഹരി അങ്ങനെയാണല്ലോ പറഞ്ഞു കൊടുത്തേക്കുന്നത്, ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കണമെന്ന്. അവളിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാകുമ്പോൾ അവൾക്ക് ആ ആളോടൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നില്ല. അപ്പോൾ ആ ആൾ പറയണ എന്തും അവൾ അനുസരിക്കുകയും ചെയ്യുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അമ്മ അങ്ങനെ കാശ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു അല്ലേ, സാരമില്ല കേട്ടോ അമ്മ അങ്ങനെയാണ്, അമ്മയ്ക്ക് എപ്പോഴും എല്ലാവരും സംശയമാണ്, അച്ഛൻ്റെ കാശ് അത് അവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുകയാണ് കാശ് ആരാ എടുത്തത് എന്നുള്ളത്. അലീനയ്ക്ക് മനസ്സിലാവട്ടെ, രോഹിത് തന്നെ ആയിരിക്കുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട്. രോഹിത്തിൻ്റെ അമ്മാതിരിയൊക്കെ കുറച്ച് കുസൃതികളൊക്കെ ഉണ്ട് എന്നുള്ളത് അലീന മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും രോഹിത് ബേസിക്കലി ഒരു പാവാണ്, ഒരു ശുദ്ധനാണ് എന്ന് അലീന മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് തല താഴ്ത്തി പോകുന്ന ഒരു ടൈപ്പാണെന്ന് അലീനയ്ക്ക് അറിയാം. അപ്പോൾ അലീന വളരെ ഗൗരവത്തോടു കൂടി തന്നെ അവിടെ ഇങ്ങനെ നിൽക്കട്ടെ. എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നിനക്ക് പറയാനുള്ളത് പറ എന്ന് പറയുമ്പം ഒന്നുമില്ല, ഞാൻ അമ്മ അങ്ങനെ ഒക്കെ വഴക്ക് പറഞ്ഞതിൽ വിഷമിപ്പിക്കേണ്ട, അപ്പോൾ അലീനയ്ക്കൊരു സപ്പോർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ആശ്വസിപ്പിക്കാമെന്ന് കരുതി എന്നൊക്കെ പറയാട്ടോ. ശരി, എനിക്ക് ആശ്വാസം കിട്ടി, ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കാം കേട്ടോ അലീന. അപ്പോൾ അലീന അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് കണ്ടിട്ട് അവന് തന്നെ എന്തോ നമ്മുടെ രോഹിത്തിന് തന്നെ എന്തോ പോലെ തോന്നുക കേട്ടോ. എന്താ അപ്പോൾ ഇവൾക്കൊരു കൂസലും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ, ഇവൾ അടുക്കുന്ന മട്ടില്ലല്ലോ എന്നൊക്കെ തോന്നുക കേട്ടോ. അപ്പോൾ രോഹിത്തിനോട് അലീന പറയുന്നുണ്ട്, ഞാനേ നിൻ്റെ ചേച്ചിയാണ്, ആ ചേച്ചിയുടെ പ്രായമുള്ള ഒരാളാണ് ഞാൻ, ആ ഒരു റെസ്പെക്റ്റും ബഹുമാനമൊക്കെ തരണം, അല്ലാതെ നീ വെറുതെ എന്നെ ഇട്ട് ഇളക്കാനായിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ചെറുതായിട്ട് ഉപദേശിക്കുന്ന രീതിയിൽ വഴക്ക് പറയാട്ടോ. ശരിക്കും പറഞ്ഞാൽ മുഖത്ത് അടി കിട്ടിയതുപോലെ ആയിപ്പോയി രോഹിത് ആകെ ചമ്മി നാണം കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ചേച്ചിയാണ്, ആ ചേച്ചിയോട് ഒരു സഹോദരിയോട് നീ എങ്ങനെ പെരുമാറുമോ അതുപോലെ ആയിരിക്കണം എന്നോട് പെരുമാറേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂടറിയും എന്നൊക്കെ പറയട്ടോ. നീ ആരാടി നീ അങ്ങനെയൊക്കെ പറയാൻ, നീ ഇവിടുത്തെ വെറും സെർവൻ്റ് നീ എൻ്റെ ചേച്ചി ആവാനൊന്നും വരണ്ട, എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് രോഹിത് പറയാട്ടോ. ആദ്യം ഒന്ന് പതറിയെങ്കിലും വീണ്ടും അലീനയുടെ സംസാരം കേട്ടപ്പോൾ രോഹിത്തിന് ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 2 അനിയത്തിമാരുണ്ട്, അവർ മതി, അല്ലാതെ എനിക്കിനി ഒരു ചേച്ചിയുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാട്ടോ. നീ അങ്ങനെയൊക്കെ പറയും, എന്നാലും ഞാൻ നിൻ്റെ ചേച്ചിയാണ്, കാര്യങ്ങളൊന്നും നിനക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയട്ടോ. നീ എന്ത് കാര്യങ്ങൾ അറിയിക്കാൻ നിൽക്കുന്നത്, നീ കൂടുതലൊന്നും അറിയിക്കാൻ നിൽക്കണ്ട, എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. നീ വലിയ ഷോ കാണിക്കൊന്നും വേണ്ട, എനിക്കറിയാം എന്താ വേണ്ടത് എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ആ 1000 രൂപ ആരാണ് എടുത്തത് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയാട്ടോ. അപ്പം രോഹിത് ഒന്ന് പരുങ്ങുകയാണേ. അപ്പോൾ അലീനയ്ക്ക് ഉറപ്പാവാണ് ഇവൻ തന്നെയാണ് എടുത്തത് എന്നുള്ളത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ എനിക്കറിയാം, നിൻ്റെ റൂമൊക്കെ ഞാനല്ലേ ക്ലീൻ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് പല സാധനങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, സിഗരറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാനത് മാഡത്തിനോട് പറഞ്ഞൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ട സോറി കേട്ടോ, ഞാനൊന്നും
എന്താണെന്നൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടില്ല. അമ്മയോടൊന്നും പോയി പറഞ്ഞു കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തടി തപ്പി രോഹിത് റൂമിലേക്ക് തന്നെ പോവാട്ടോ. അലീനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിരിയാട്ടോ വരുന്നത്. കാരണം ഹരിയുടെ പിരികേറ്റലാണ്, ഹരിയുടെ ഒരു സംസാരം കൊണ്ടാണ് ഇവനിങ്ങനെ ഒക്കെ വരുന്നത് എന്നുള്ളത് അലീനയ്ക്ക് അറിയാം. അപ്പം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടല്ലോ, അവന് ഒന്ന് സൂക്ഷിച്ചോളണം, അവന് അത്ര വെടിപ്പൊന്നും അല്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ പാവമാണ്, പക്ഷെ മറ്റവനും കൂടി പറഞ്ഞു കൊടുത്ത് അവനിങ്ങനെ തിരിപ്പിക്കും, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചേക്കണം എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും അവൻ തൻ്റെ അനിയനാണല്ലോ, തൻ്റെ സഹോദരനാണല്ലോ, അപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് താൻ തന്നെയാണെന്നുള്ളൊരു ചിന്ത അലീനയ്ക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവനെ ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് അലീന താഴേക്ക് ഇറങ്ങി പോവാട്ടോ. പിന്നീട് അലീന ഇക്കാര്യങ്ങളൊന്നും ആരോടും പറയുന്നില്ല കേട്ടോ. കാരണം അവൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് പെരുമാറുന്നതാണ്, അവനെ എങ്ങനെയെങ്കിലും ശരിയാക്കിയെടുക്കാം എന്നുള്ളൊരു വിശ്വാസം അലീനയ്ക്കുണ്ട്. അതുകൊണ്ട് അലീന ആരോടും ഇക്കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമോളും ബബിതയും കൂടെ സ്കൂളും കോളേജൊക്കെ വിട്ട് വരുന്നതാട്ടോ. അപ്പോൾ ബബിതയുടെ കൂടെയാണ് കൃഷ്ണ വരാറ്. അങ്ങനെ കൃഷ്ണ വരുന്നതാണെങ്കിൽ ഭയങ്കര ഹെഡേക്ക് ആയിട്ട്, ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് ക്ഷീണിച്ചിട്ടാട്ടോ വരുന്നത്. ബബിതയാണെങ്കിൽ വന്ന ഉടനെ നേരെ ബാഗും ഒക്കെ അവിടെ സോഫയിൽ തന്നെ ഇട്ടുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയിട്ടോ. കൃഷ്ണമോളാണെങ്കിൽ അവിടെ ഇരിക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പം എന്ത് പറ്റി മോളേന്ന് ചോദിച്ച് അലീന ചെല്ലുന്നുണ്ട്. അപ്പം വയ്യ ആൻറ്റി, വയ്യ ചേച്ചി, നല്ല തലവേദനയാണ്, എനിക്ക് ഒട്ടും വയ്യാന്ന് പറയാട്ടോ. എന്നാൽ ഒരു സൂത്രമുണ്ട്, ഞാൻ ഇത്തിരി ചൂടുള്ള ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാം, അത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അലീന നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അപ്പം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ഒട്ടും വയ്യെന്ന് ചോദിക്കുകയാണ്. നല്ല വേദനയുണ്ട് ആൻറ്റി ചേച്ചി, തല വെട്ടിപ്പൊളിയുന്നത് പോലെയുണ്ട്, നല്ല തലവേദനയാണെന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഇത്തിരി ബാം ഇട്ട് തരട്ടേന്ന് ചോദിക്കുക കേട്ടോ. ബാമൊന്നും ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് തേക്കാറില്ലേ ചേച്ചി, എനിക്ക് ബാം ഇട്ടാലൊന്നും തലവേദന മാറത്തില്ല, അമ്മ ചില സമയത്ത് തിരുമ്മി തരും, ഇപ്പം അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മ ഉണ്ടെങ്കിൽ എൻ്റെ തല ഒന്ന് തിരുമ്മി തന്നേനെ. അപ്പം അമ്മയുടെ തിരുമ്മൽ അമ്മ തിരുമ്മി തരുമ്പോൾ നല്ല സുഖമാണ്, തലവേദനയൊക്കെ പെട്ടെന്ന് മാറുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയട്ടോ. എന്നാൽ ഞാൻ ബാം ഇട്ടിട്ടൊന്ന് തിരുമ്മി തരാമെന്ന് പറയട്ടോ. ആ ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കട്ടോ. എനിക്ക് എന്താ ബുദ്ധിമുട്ട്, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയട്ടോ അലീന. അങ്ങനെ അലീന ബാം എടുത്തുകൊണ്ട് വന്നിട്ട് കൃഷ്ണമോളുടെ നെറ്റിയിൽ പുരട്ടിയിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക കേട്ടോ, മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക കേട്ടോ. ചേച്ചിയുടെ ഫിംഗേഴ്സ് എന്താ മാജിക് ഫിംഗേഴ്സ് ആണോ, നല്ല സുഖമുണ്ട്, അമ്മ മസാജ് ചെയ്ത് തരുന്ന അതേ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്, അമ്മയുടെ അതേ ഒരു, അമ്മ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ഒരു രീതിയിലാണ് ചേച്ചി മസാജ് ചെയ്ത് തരുന്നത്, എനിക്ക് നല്ല സുഖമുണ്ട് എന്ന് പറയട്ടോ, ഒരു മദർ ടച്ച് ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ. അതായത് അമ്മയുടെ ആ ഒരു ടച്ചിനോട് സാമ്യം തോന്നുകയല്ലോ കൃഷ്ണമോൾക്ക്. അപ്പം നിൻ്റെ അമ്മയുടെ മോള് തന്നെയാണെന്നുള്ള ഒരു രീതിയിൽ ഞാൻ അവിടെ എങ്ങനെ ഇരിക്കട്ടെ, നിൻ്റെ ചേച്ചിയെ തന്നെയാണ് ഞാൻ എന്നുള്ള രീതിയിൽ. ശരിക്കും എൻ്റെ ചേച്ചി ബബിത ചേച്ചിയാണ് ഇതൊക്കെ ചെയ്തു തരേണ്ടത്, ചേച്ചി ഇതൊന്നും ചെയ്തു തരത്തില്ല, എന്നോട് ഏത് സമയം വഴക്കുണ്ടാക്കാൻ മാത്രമേ ബബിത ചേച്ചി വരുള്ളൂ. പക്ഷേ അലീനേച്ചി എന്ത് ഒരു ഇഷ്ടക്കേടും ഇല്ലാണ്ടല്ല എനിക്ക് ചെയ്തു തരണേന്നൊക്കെ പറയുമ്പോൾ, നീ എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ, നിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനല്ലേ എന്ന് പറയട്ടോ. ഞാനെങ്ങനെയാണ് ചേച്ചിയുടെ അനിയത്തിക്കുട്ടിയാവുന്നത്, ഞാനെങ്ങനെയാണ് അനിയത്തിയാവുന്നത്, ചേച്ചി ഇവിടുത്തെ സെർവൻ്റ് അല്ലേ, ചേച്ചിക്ക് ആരുമില്ലല്ലോ, പക്ഷേ നിങ്ങളൊക്കെ എൻ്റെ ആണെന്ന് ഞാനങ്ങോട്ട് കരുതി, അപ്പോൾ നീ എൻ്റെ അനിയത്തിയായി മാറി അങ്ങനെ പറയട്ടോ. ഓ അങ്ങനെയെന്ന് പറയട്ടോ കൃഷ്ണ, ഞാനും ചേച്ചിയെ പോലെ തന്നെയാട്ടോ കാണുന്നത്, ഞാൻ സെർവൻ്റായിട്ടൊന്നുമല്ല കാണുന്നത്, അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് പറയാട്ടോ നമ്മുടെ കൃഷ്ണമോള്. അങ്ങനെ ബാമൊക്കെ പുരട്ടി കൊടുത്തിട്ട് ഇനി മോള് ഫ്രഷ് ആയിട്ട് ഇച്ചിരി നേരം പോയി കിടക്ക്, എന്നിട്ട് രാത്രിയിൽ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളെ റൂമിലേക്ക് പറഞ്ഞയക്കാം കേട്ടോ അലീന. പിന്നീട് കാണിക്കുന്നത് ഹരി വീണ്ടും കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നതാട്ടോ. അതായത് രോഹിത് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഹരി കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അലീനയെ സ്വാധീനിച്ച് അവളുടെ എന്താ പറയുക, അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത്. രോഹിത്തിനെ കൂട്ടുപിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ രോഹിത്തിനെ കാണാൻ എന്നുള്ള രീതിയിൽ വരികയാണ്. അപ്പം ഹരിയെ കണ്ടിട്ട് അലീനയ്ക്ക് ഒരു വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഹരിയെ. അങ്ങനെ ഹരി വന്നിട്ട് നേരെ അകത്തേക്ക് രോഹിത്ത് എന്തെന്ന് ചോദിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് രോഹിത്ത് അവിടെ വന്നിട്ടില്ല കേട്ടോ. രോഹിത്ത് കോളേജിൽ നിന്ന് വന്നിട്ടില്ല. അപ്പം രോഹിത്ത് വന്നിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പം ആരും എത്തിയിട്ടില്ല കേട്ടോ. സ്കൂളും കോളേജും വിട്ടൊന്നും ആരും എത്തിയിട്ടില്ല. മുത്തശ്ശിയും അലീനയും മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഹരി കയറി വരുന്നത്. എന്നിട്ട് ഹരി പറയുന്നുണ്ട്, നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കൊന്നും ഹരി പോകുന്നില്ല കേട്ടോ. ഹരി നേരെ അലീനയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്,
എനിക്ക് ഒരു ഗ്ലാസ് കോഫി വേണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ കിച്ചണിലേക്ക് പോകുമ്പം ഹരി പറയുന്നുണ്ട്, ഹരി ഇങ്ങനെ വീണ്ടും അവളെ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് വീണ്ടും ഒന്ന് എന്താ പറയുക മുട്ടി നോക്കുക കേട്ടോ. പക്ഷേ അലീന അടുക്കുന്നില്ല. അങ്ങനെ അടുക്കളയിലേക്ക് എത്തുമ്പോൾ അലീന ഇവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവന് പുറകെ ചെല്ലുക കേട്ടോ കിച്ചണിലേക്ക് ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അലീന ദേഷ്യപ്പെടുന്നുണ്ട്, എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ നീ ഉദ്ദേശിച്ച ആളല്ല, എന്നെ വന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് നീ അറിയും, ആ നിമിഷം പിന്നീട് ഈ പടി ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അലീന ദേഷ്യപ്പെടുമ്പോൾ നീ ആരാ നടി വിചാരിച്ചത്, നിനക്ക് എന്താണ് ഇത്രയ്ക്ക് അഹങ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിൽ കയറി പിടിക്കുക കേട്ടോ ഹരി. അതോടുകൂടിയിട്ട് അലീനയുടെ എല്ലാ കൺട്രോളും പോവുകയാണ്. അലീന പെട്ടെന്ന് കൈയെടുത്തുകൊണ്ട് ഹരിയുടെ മുഖത്ത് കൈ വിടാൻ പറയുമ്പോൾ വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അലീന കൈ കൊണ്ടൊരു ഒറ്റടി കൊടുക്കുക കേട്ടോ ഹരിയുടെ കവിള് നോക്കിയിട്ട്. അലി ആകെ പതറി പോവാട്ടോ. ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അലീന തല്ലുമെന്നുള്ളത്. അതോട് കൂടിയിട്ട് ഹരിക്ക് ഭയങ്കര എടി എന്ന് വിളിക്കുമ്പോഴേക്ക് അലീന അവിടെ ഇരിക്കുന്ന ഒരു കത്തി എടുക്കുക കേട്ടോ. കത്തി എടുത്തിട്ട് അടുത്തോട്ട് വന്നാൽ ഞാൻ കുത്തും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, മോളെ അലീന കുഞ്ഞെ നീ എന്താ അവിടെ ചെയ്യുന്നത്, എന്താ അവിടെ ശബ്ദം കേട്ടതെന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പെട്ടെന്ന് അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോവാട്ടോ. അപ്പം രോഹിത്തും ആരും വന്നിട്ടില്ല. അങ്ങനെ അലീന പെട്ടെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. എന്താ മോളെ അവിടെ ഒരു ശബ്ദം കേട്ടേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശി, അത് എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം താഴെ വീണതാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നീ ആരോടെ സംസാരിക്കുന്നത് കേട്ട് ആരോ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹരി വന്നിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പം മുത്തശ്ശിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കാണ്. അവൻ വന്നിട്ട് എന്താ നിന്നോട് പറഞ്ഞത്, അവൻ എന്താ ചെയ്ത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശി, വന്നിട്ട് കോഫി വേണമെന്നും പറഞ്ഞു കോഫി ഇട്ട് കൊടുത്തു, പിന്നെ മുകളിലേക്ക് കയറിപ്പോയി എന്ന് പറയാം കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ ഒളിച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശി എന്ന് പറയാണ് അലീന. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രിയിൽ ഇങ്ങനെ കൃഷ്ണമോൾക്ക് കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. കൃഷ്ണ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് ഇരുന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അലീന അതുവഴി പോകുമ്പം കൃഷ്ണ ഇങ്ങനെ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അലീന ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്താ ടെൻഷൻ, എന്താ ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് പഠിക്കാനും ചോദിക്കുമ്പോൾ ചേച്ചി ഈ ഹിന്ദി പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, ഇത് തലയിലോട്ട് കയറുന്നേ അല്ല, എന്തൊക്കെയോ ഹാ ഹൂം ഹേ ഒക്കെ ഉണ്ട്, അതൊക്കെ എവിടേക്ക് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പോലും അറിയില്ല, മലയാളമാണെങ്കിൽ എന്ത് ഈസിയാണല്ലേ പഠിക്കാനായിട്ട് എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എല്ലാം നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ മനസ്സ് വെച്ചാൽ പഠിക്കാനായിട്ട് പറ്റും എന്ന് പറയാട്ടോ. അപ്പം ചേച്ചിക്ക് അറിയാവോ ഹിന്ദി എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അന്ന് ചേച്ചി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കണം. അങ്ങനെ അലീന കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പഠിക്കാനുള്ള വഴികളൊക്കെ, ഹിന്ദിയൊക്കെ പഠിക്കാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കൃഷ്ണമോൾ പഠിക്കുമ്പോൾ അവൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇത് ഇങ്ങനെ കണ്ടോണ്ടാട്ടോ വൈജ വരുമ്പം കാണുന്നത് കൃഷ്ണയെ ഇരുത്തി പഠിപ്പിക്കുന്ന അലിനിയാട്ടോ. അവൾ സെറ്റിയിൽ കയറി ഇരുന്നിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പം അവൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ആ സെറ്റിയിൽ കൃഷ്ണയുടെ കൂടെ ഇരുന്നിട്ട് പഠിപ്പിക്കുന്നത് കണ്ടിട്ട്. എന്നിട്ട് അവളെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവൾ ഇത്തിരി ഡൗട്ട് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഡൗട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നിനക്കതിന് വല്ലതും അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ +2 വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പിന്നീട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, നല്ല മാർക്കൊക്കെ ആയിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പം ചേച്ചി പഠിപ്പിച്ച് തന്നിട്ട് എനിക്ക് നന്നായി മനസ്സിലായി അമ്മേ, ചേച്ചിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാം കേട്ടോ കൃഷ്ണമോള്. പിന്നെ ഇവള് വലിയൊരു ടീച്ചർ വന്നേക്കണം, നീ അങ്ങനെ വലിയ ടീച്ചറാവൊന്നും വേണ്ട, വലിയ ഷോ കാണിക്കൊന്നും വേണ്ടെന്ന് പറയാട്ടോ അലീന. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇത് കുശുമ്പാണോ അസൂയയാണോ അതോ കുത്തിത്തിരിപ്പാണോ എന്ന് ചോദിക്കാട്ടോ. അപ്പം കൃഷ്ണമോളുടെ ഈ സംസാരം വൈജയെ ദേഷ്യം പിടിപ്പിക്കുക കേട്ടോ. നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്ന രീതിയിൽ കാണിക്കുക കേട്ടോ വൈജയന്തി. അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല എപ്പിസോഡുകൾ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൃഷ്ണമോൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അതായത് വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും കൃഷ്ണമോൾ ഇങ്ങനെയൊക്കെ അവളോട് തറുതല പറയുന്നത് പോലെ പറയുമ്പോൾ അലീന ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അതായത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ നല്ല എപ്പിസോഡാട്ടോ. ഇനി നാളത്തെ എപ്പിസോഡായിട്ട് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.